ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് സൈഫേഴ്സും സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതംസുമാണ്. അതിനകത്ത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബ്ലോക്ക് സൈഫേഴ്സും സ്ട്രീം സൈഫേഴ്സുമാണ്. ബ്ലോക്ക് സൈഫേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബ്ലോക്ക് സൈഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് സൈഫർ ക്രിയേറ്റ് ചെയ്യുന്നത് ബ്ലോക്കായിട്ടാണ്. അതായത് ഒരു ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് എടുത്തിട്ട് അതിനെ ആണ് എൻക്രിപ്റ്റ് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് ആക്കുന്നത്. അതായത് ഓരോ എൻക്രിപ്ഷൻ അൽഗോരിതത്തിനും ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ബ്ലോക്ക് സൈസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജിനെ നമ്മൾ ഡിഫറെൻറ്റ് ബ്ലോക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ബ്ലോക്കിനെയും പ്രോസസ്സ് ചെയ്തിട്ട് സൈഫർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ബ്ലോക്ക് സൈഫേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ബ്ലോക്ക് സൈഫേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ബ്ലോക്കിനെ എടുത്തിട്ട് ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റിനെ എടുത്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു. സ്ട്രീം സൈഫേഴ്സ് എന്താണെന്ന് നോക്കാം. സ്ട്രീം സൈഫേഴ്സ് എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് മെസ്സേജിനെ ബിറ്റ്സ് ആയിട്ടാണ്. ഒരു ബൈറ്റ് മെസ്സേജ് എടുക്കുന്നു, എന്നിട്ട് അതിന് സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ബൈറ്റ് എടുക്കുന്നു, അതിന് സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് മൊത്തം മെസ്സേജിനെ ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് എടുത്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ബ്ലോക്ക് സൈഫറിൽ എന്ന് പറയുമ്പോൾ മൊത്തം മെസ്സേജിനെ ഡിഫറെൻറ്റ് ബ്ലോക്കുകളാക്കി കൺവേർട്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ബ്ലോക്കിനെ എടുത്ത് ഇതാണ് ഒരു ബ്ലോക്ക് സൈഫറിൻ്റെയും സ്ട്രീം സൈഫറിൻ്റെയും ഫിഗർ കാണിച്ചേക്കുന്നത്. ഇവിടെ എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു ബിറ്റ് ബ്ലോക്ക് ആക്കി എടുത്തു. എന്നിട്ട് ഒരു കീ ഉണ്ട്. എന്നിട്ട് എൻക്രിപ്ഷൻ അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് സൈഫർ ടെക്സ്റ്റ് ആക്കി. റിസീവർ എൻഡിൽ സൈഫർ ടെക്സ്റ്റും ഒരു ബ്ലോക്കായിട്ട് തന്നെയാണ്. ആ ബ്ലോക്കിനെ എടുത്തു, കീ അപ്ലൈ ചെയ്തു, ഡീക്രിപ്ഷൻ അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി. ഇതാണ് സ്ട്രീം സൈഫർ. അതായത് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിലെ ഒരു ബിറ്റ് അല്ലെങ്കിൽ ഒരു ബൈറ്റ് എടുത്തു. എന്നിട്ട് കീക്ക് നമുക്ക് കീയുടെ ബിറ്റ് സ്ട്രീം ജനറേഷൻ അൽഗോരിതം എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് ബിറ്റ്സ് ആയിട്ട് കീയെ എടുത്തു. എന്നിട്ട് എൻക്രിപ്ഷൻ അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് സൈഫർ ടെക്സ്റ്റ് ആക്കി. റിസീവർ എൻഡിലും നമുക്ക് ബിറ്റ് സ്ട്രീം ജനറേഷൻ അൽഗോരിതം ഉണ്ട്. അങ്ങനെ ബിറ്റ്സ് കിട്ടി, ഓരോ കീയുടെ ഓരോ ബിറ്റ്സ് ആയി എടുത്തു. എന്നിട്ട് സൈഫർ ടെക്സ്റ്റിനെ ബിറ്റ്സ് അപ്ലൈ ചെയ്തു, ഡീക്രിപ്ഷൻ കൊടുത്തു, പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി എടുത്തു. ഇനിയെന്ന് പറയുന്നത് മോഡേൺ ബ്ലോക്ക് സൈഫേഴ്സാണ്. മോഡേൺ ബ്ലോക്ക് സൈഫേഴ്സിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫീസ്റ്റൽ സ്ട്രക്ചറാണ്. ഒരു ബ്ലോക്ക് സൈഫർ ടെക്നിക്കാണ് ഫീസ്റ്റൽ സ്ട്രക്ചർ. ഫീസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ബേസിലാണ് മോഡേൺ ബ്ലോക്ക് സൈഫേഴ്സ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ DES അൽഗോരിതം, നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള DES അൽഗോരിതം, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതമാണ് DES വർക്ക് ചെയ്യുന്നത് ഫീസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഒരു ഐഡിയൽ ബ്ലോക്ക് സൈഫർ എന്ന് പറഞ്ഞിട്ട് ഐഡിയൽ ബ്ലോക്ക് സൈഫറിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. നമുക്ക് അതിനകത്ത് 4 ബിറ്റ് ഇൻപുട്ടാണുള്ളത്. അതിനകത്ത് നമുക്ക് 16 പോസിബിൾ ഇൻപുട്ട്സ് ഉണ്ട്. എന്നിട്ട് ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറാണ്. സോ നമ്മൾ ഇൻപുട്ടിനെ 16 പോസിബിൾ ഔട്ട്പുട്ടിലോട്ട് മാപ്പ് ചെയ്തു. ഈ സൈഫർ എന്ന് പറയുന്നത് 4 ബിറ്റ് സൈഫർ ടെക്സ്റ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു 4 ബിറ്റ് ഇൻപുട്ട് ഉണ്ട്, അതുപോലെ 4 ബിറ്റ് ഔട്ട്പുട്ടും ഉണ്ട്. ഈ 4 ബിറ്റിന് നമുക്ക് 16 പോസിബിലിറ്റീസ് ആണുള്ളത്. ഈ 16 പോസിബിൾ ഇൻപുട്ട് സ്റ്റേറ്റിനെ നമ്മൾ 16 പോസിബിൾ ഔട്ട്പുട്ട് സ്റ്റേറ്റിനകത്തോട്ട് മാപ്പ് ചെയ്തു. എന്നിട്ട് നമുക്ക് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് 4 ബിറ്റ് ഔട്ട്പുട്ടാണ്, 4 ബിറ്റ് സൈഫർ ടെക്സ്റ്റാണ്. ഇനി പറയാൻ പോകുന്നത് ക്ലൗഡ് ഷാനോൺ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ സൈഫർ. ക്ലൗഡ് ഷാനോൺ ഇൻട്രൊഡ്യൂസ്ഡ് ഐഡിയ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ നെറ്റ്വർക്ക് ഇൻ 1910. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് മോഡേൺ സൈഫറിൻ്റെ ബേസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ നെറ്റ്വർക്കാണ്. ഇറ്റ് ഫോംസ് ബേസിസ് ഓഫ് മോഡേൺ ബ്ലോക്ക് സൈഫേഴ്സ്. Substitution permutation networks are based on two primitive cryptographic operations, substitution and permutation, which provides confusion and diffusion of message and key. അതായത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, പെർമ്യൂട്ടേഷൻ എന്താണ്, പ്രൊഡക്റ്റ് സൈഫർ എന്താണ്, ഇത് മൂന്നും നമ്മൾ കണ്ടതാണ്.
ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയോ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ തന്നെയോ പെർഫോം ചെയ്തിട്ട് സൈഫർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു സീക്വൻസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷനും പെർമ്യൂട്ടേഷനും അപ്ലൈ ചെയ്താൽ കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് ക്രിപ്റ്റോഗ്രഫിക്കലി മോർ സ്ട്രോങ്ങർ ആയിരിക്കും ദാൻ സിംഗിൾ പെർമ്യൂട്ടേഷനോ അല്ലെങ്കിൽ സിംഗിൾ സബ്സ്റ്റിറ്റ്യൂഷനോ പെർഫോം ചെയ്ത് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റിനേക്കാളും ക്രിപ്റ്റോഗ്രഫിക്കലി സ്ട്രെങ്ത് കൂടുതലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്തിട്ട് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ക്ലൗഡ് ഷാനോൺ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് കൺഫ്യൂഷനും ഡിഫ്യൂഷനും എന്താണെന്നാണ്. Ciphers need to completely obscure statistical properties of original message. One-time pad does this. നമ്മൾ വൺ ടൈം പാഡ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു കീയും അതിൻ്റെ കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റും തമ്മിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻ ആസ് മച്ച് ആസ് പോസിബിൾ കോംപ്ലക്സ് ആക്കിയാൽ നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. കൺഫ്യൂഷനകത്തും ഡിഫ്യൂഷനകത്തും പറയുന്നത്, കൺഫ്യൂഷനകത്ത് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ സൈഫർ ടെക്സ്റ്റും കീയും ആസ് മച്ച് ആസ് പോസിബിൾ കോംപ്ലക്സ് ആക്കിയാൽ നമുക്ക് അവിടെ അതിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതാണ് പറയുന്നത്, സെക്യൂരിറ്റി കൂടുന്നതാണ് പറയുന്നത്. ഡിഫ്യൂഷനകത്ത് പറയുന്നത്, ഡിഫ്യൂഷനിൽ പറയുന്നത് സൈഫർ ടെക്സ്റ്റും പ്ലെയിൻ ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷനാണ്. കൺഫ്യൂഷനിൽ പറയുന്നത് കീയും സൈഫർ ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷനാണ്. In Shannon's original definition, confusion refers to making the relationship between the key and the ciphertext as complex as possible. Diffusion refers to the property that the redundancy in the statistics of plain text is dissipated in the state of ciphertext. In other words, the non-uniformity in the distribution of individual letters and pair of neighboring letters in the plain text should be redistributed into the non-uniformity in the distribution of much larger structure of ciphertext, which is much harder to detect. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷനിൽ പറയുന്നത് കീയും സൈഫർ ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷൻ, അത് ആസ് മച്ച് ആസ് പോസിബിൾ കോംപ്ലക്സ് ആക്കിയാൽ നമുക്കവിടെ സെക്യൂരിറ്റി കൂടുന്നു പറയുന്നു. ഇനി ഡിഫ്യൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കണ്ടപ്പം പറഞ്ഞു നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേർഡ്സിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ പെയർ ഓഫ് വേർഡ്സിൻ്റെ ഫ്രീക്വൻസി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് സൈഫർ ടെക്സ്റ്റും ഇത് രണ്ടും കൂടെ നമുക്ക് ക്രിപ്റ്റനാലിസിസ് പോസിബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഡിഫ്യൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ലെറ്റേഴ്സ് തമ്മിലുള്ള ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഒരു ലെറ്ററിൻ്റെ ഫ്രീക്വൻസി ഇതൊന്നും വെച്ച് കണ്ടുപിടിക്കാതിരിക്കാൻ നമ്മൾ സൈഫർ ടെക്സ്റ്റ് മാക്സിമം കോംപ്ലക്സ് ആയിട്ട് സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൽ ഓരോ ബിറ്റും മാക്സിമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കണം. അതാണ് ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി പറയുന്നത്. കൺഫ്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കീയും ടെക്സ്റ്റും തമ്മിൽ നമുക്ക് അത്ര എളുപ്പത്തിലൊരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റരുതെന്നാണ് കൺഫ്യൂഷനിനകത്ത് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഷാനോൺ കോമ്പിനേഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻ നെറ്റ്വർക്ക് പറഞ്ഞത്, സജസ്റ്റ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. ഹോസ്റ്റ് ഫീസ്റ്റിലാണ് ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചർ കൊണ്ടുവന്നത്. ബേസ്ഡ് ഓൺ ഓഫ് ഇൻവേർട്ടിബിൾ പ്രൊഡക്റ്റ് സൈഫർ, പാർട്ടീഷൻ ഇൻപുട്ട് ബ്ലോക്ക് ഇൻടു 2 halves, process through multiple rounds which perform substitution on left half and based on round function of right half and subkey. Permutation, swapping half, implement Shannon's substitution permutation network concept. ഇവിടെ നമുക്ക് ഈ ഫിഗർ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്
നമുക്കൊരു ഇൻപുട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. ആ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2W ബിറ്റ്സ് ആണ് ഇൻപുട്ടിനുള്ളത്. നമ്മൾ ഇൻപുട്ടിനെ രണ്ട് ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്കൊരു കീ ഉണ്ട്. കീ എന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞ കീ ഉണ്ട്. അത് മാസ്റ്റർ കീ ആണ്. അതിൽ നിന്ന് നമ്മൾ കുറേ സബ് കീസ് ജനറേറ്റ് ചെയ്യും. ഓരോ റൗണ്ടിലും ഈ മാസ്റ്റർ കീന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള സബ് കീ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ രണ്ട് ഹാഫായിട്ടാണ് പറഞ്ഞു ആദ്യം. നമ്മൾ ഇൻപുട്ടിനെ രണ്ട് ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനകത്താണ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ് ഹാഫ്, രണ്ട് ഹാഫ്, W ബിറ്റ്സിലെ രണ്ട് ഹാഫ്സ്, ആ W ബിറ്റിലെ റൈറ്റ് ഹാഫ് എടുത്തു. അതിനകത്തൊരു റൗണ്ട് ഫങ്ഷൻ അപ്ലൈ ചെയ്തു. ആ റൈറ്റ് ഹാഫും അതിനകത്ത് നമ്മുടെ സബ് കീയും എടുത്തിട്ടാണ് സബ് കീയും ഇൻപുട്ട് കൊടുത്തു ഈ റൗണ്ട് ഫങ്ഷനകത്തോട്ട്. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ ലെഫ്റ്റ് ഹാഫിൽ എക്സോർ ചെയ്തു. എന്നിട്ട് അതാണ് നെക്സ്റ്റ് റൗണ്ടിൻ്റെ റൈറ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് ഹാഫ് നെക്സ്റ്റ് ലെഫ്റ്റ് ഹാഫ് ആവും. അതായത് നമുക്ക് ഒരു 2W ബിറ്റ്സിലൊരു ഇൻപുട്ടുണ്ട്. ആ ഇൻപുട്ടിനെ W ബിറ്റിൽ രണ്ട് ഹാഫുകളാക്കി മാറ്റി. എന്നിട്ട് ഓരോ ഹാഫ് എടുത്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. റൈറ്റ് ഹാഫ് എടുത്തു, അതിൻ്റെ കൂടെ കീയും കൂടെ എടുത്തിട്ട് സബ് കീയും കൂടെ എടുത്തിട്ട് നമ്മുടെ മാസ്റ്റർ കീന്ന് ജനറേറ്റ് ചെയ്ത സബ് കീയും റൈറ്റ് ഹാഫും കൂടെ എടുത്തിട്ട് റൗണ്ട് ഫങ്ഷനിൽ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനെ ലെഫ്റ്റ് ഹാഫിലോട്ട് കൊടുത്തിട്ട് അവിടെ എക്സോർ പെർഫോം ചെയ്ത് അതാണ് നെക്സ്റ്റ് റൗണ്ടിൻ്റെ റൈറ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഈ പ്രീവിയസ് റൗണ്ടിലെ റൈറ്റ് ഹാഫ് ആയിരിക്കും നെക്സ്റ്റിലെ ലെഫ്റ്റ് ഹാഫായി വരുന്നത്. ഇങ്ങനെ ഡിഫറെൻറ്റ് റൗണ്ട്സ് ഉണ്ടായിരിക്കും ഫീസ്റ്റൽ സൈഫറിൽ. ഇതാണ് ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചറിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫീസ്റ്റൽ സൈഫർ നോക്കാനുണ്ട്. നമ്മുടെ DSൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചറാണ്. സോ അതിനകത്ത് നമ്മൾ ഓരോ ഫങ്ഷനും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഫീസ്റ്റൽ സൈഫറിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് സൈസാണ്. ബ്ലോക്ക് സൈസിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് സൈസിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സെക്യൂരിറ്റിയും കൂടുന്നുണ്ട്. പക്ഷേ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരുപാട് സൈസ് കൂടിയാൽ നമുക്ക് എൻക്രിപ്ഷനും ഡീക്രിപ്ഷൻ്റെയും സ്പീഡ് കുറയും. സോ അത് ഒരു നെഗറ്റീവാണ്. സോ നമുക്കൊരു പോസിബിൾ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് പറയുന്നത് ഒരു 64 ബിറ്റാണ് നമ്മൾ ബ്ലോക്ക് സൈസ് പറയാറ്. ബ്ലോക്ക് സൈസിൻ്റെ സൈസ് കൂടുന്നതിന് സെക്യൂരിറ്റി കൂടും, പക്ഷേ അവിടെ എൻക്രിപ്ഷൻ്റെയും ഡീക്രിപ്ഷൻ്റെയും സ്പീഡ് കുറയും. അതാണ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് സെക്യൂരിറ്റി കൂട്ടാൻ നമ്മൾ പറയുന്നത് ഗ്രേറ്റർ ഡിഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി കൂട്ടാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കീ സൈസാണ്. കീ സൈസും കൂടുന്നതിനനുസരിച്ച് സെക്യൂരിറ്റി കൂടും, പക്ഷെ ഒത്തിരി കൂടുമ്പം നമുക്ക് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും അൽഗോരിതം വർക്ക് ചെയ്യുന്ന സ്പീഡ് കുറയും. സോ നമ്മളൊരു മിനിമം സൈസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് കീയുടേത് 64 ബിറ്റാണ്. ഇനി നമ്പർ ഓഫ് റൗണ്ട്സ്, നമുക്ക് ഒരു റൗണ്ടിൽ തന്നെ ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി കിട്ടുന്നുണ്ടെങ്കിലും നമ്പർ ഓഫ് റൗണ്ട്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സെക്യൂരിറ്റി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ സബ് കീ ജനറേഷൻ അൽഗോരിതം, അതിനകത്ത് ഗ്രേറ്റർ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ക്രിപ്റ്റനാലിസിസ് ഡിഫിക്കൽട്ട് ആക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൗണ്ട് ഫങ്ഷനാണ്. ഗ്രേറ്റർ കോംപ്ലക്സിറ്റി ജനറലി മീൻസ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ക്രിപ്റ്റനാലിസിസ്. റൗണ്ട് ഫങ്ഷൻ്റെയും കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ക്രിപ്റ്റനാലിസിസ് ഡിഫിക്കൽട്ട് ആക്കാൻ പറ്റും. പിന്നെ പറയുന്നത് ഫാസ്റ്റ് സോഫ്റ്റ്വെയർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. നമുക്ക് അത് ഒരു ഫാക്ടറാണ്. ബെറ്റർ അൽഗോരിതം എന്ന് പറയുന്നത് നമുക്ക് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും സ്പീഡ് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ല അൽഗോരിതം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഈസ് ഓഫ് അനാലിസിസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫീസ്റ്റൽ സൈഫറിൻ്റെ ഡീക്രിപ്ഷനാണ്. ഇവിടെ എന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും ഇൻപുട്ടായിട്ട് എടുക്കുക. എൻക്രിപ്ഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. വേറെ അൽഗോരിതത്തിൻ്റെ ആവശ്യമില്ല. ഇത് തിരിച്ച് ചെയ്താൽ ഡീക്രിപ്ഷൻ ആവും. അപ്പം ഇൻപുട്ട് എന്ന് പറയുന്ന സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും.
കീ നമ്മൾ എൻക്രിപ്ഷനകത്ത് സബ് കീ മാസ്റ്റർ കീന്ന് ഒത്തിരി സബ് കീസ് ഉണ്ടാക്കി K1 ആയിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തിരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ലാസ്റ്റ് KN ആയിരിക്കും നമ്മൾ ഫസ്റ്റായിട്ട് കൊടുക്കുന്ന കീ. ഇതിൻ്റെ എൻക്രിപ്ഷൻ്റെ തിരിച്ച് ഉള്ള പ്രോസസ്സാണല്ലോ ഡീക്രിപ്ഷൻ. നേരെ റിവേഴ്സ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ സൈഫർ ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കും, KN ആയിരിക്കും അതിനകത്തോട്ട് കൊടുക്കുന്ന സബ് കീ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് DES അൽഗോരിതമാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽഗോരിതമാണ് DES അൽഗോരിതം എന്ന് പറയുന്നത്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബ്ലോക്ക് സൈഫർ ഇൻ വേൾഡ്, അഡോപ്റ്റഡ് ഇൻ 1977 ബൈ NBS. ഇപ്പോൾ അത് അറിയപ്പെടുന്ന NIST എന്നാണ്. encrypt 64-bit data using 56-bit key. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഫിഗർ വെച്ച് നോക്കാം. നമുക്ക് ഒരു 64-bit പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. 64-bit കീയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. പക്ഷേ പെർമ്യൂട്ടഡ് ചോയ്സ് 1 കഴിയുമ്പം അതിനെ 56 ആക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ 56 എന്ന് ഇവിടെ പറഞ്ഞത്. നമുക്ക് 64-bit പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. അതിനെ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ നടത്തിയിട്ട് 64-bit റിസൾട്ട് അതിന് കിട്ടി. ദെൻ ഇവിടെ നമുക്ക് 64-bit കീ ആണുള്ളത്. 64-bit കീയിനെ പെർമ്യൂട്ടഡ് ചോയ്സ് 1 കൊടുക്കുമ്പോൾ 56 ആവും. കാരണം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും 8-bit കീക്കകത്ത് അല്ല ഓരോ 8 ബിറ്റിനകത്തും ആ 8th ബിറ്റ് എന്ന് പറയുന്നത് എറർ കറക്ഷന് വേണ്ടിയിട്ടുള്ള പാരിറ്റി ബിറ്റ് ആയിരിക്കും. സോ നമ്മൾ അതാണ് ഇവിടെ ഒഴിവാക്കിയത്. എല്ലാറ്റിനും ആ 8th ബിറ്റ് ഒഴിവാക്കി. സോ 64-bit കീ എന്നുള്ളത് 56-bit കീ ആയി. പെർമ്യൂട്ടഡ് ചോയ്സ് ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ നടത്തിയപ്പം പെർമ്യൂട്ടഡ് ചോയ്സ് 1 കഴിഞ്ഞപ്പം ആ എല്ലാ 8th ബിറ്റും ഒഴിവാക്കി 56 ബിറ്റുള്ള കീ ആയി. ദെൻ അതിനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടത്തി. ദെൻ പെർമ്യൂട്ടഡ് ചോയ്സ് 2, അതായത് അവിടെ ഒരു കംപ്രഷൻ പെർമ്യൂട്ടേഷനാണ് നടത്തുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് 48-bit കീ കിട്ടി. അത് നമ്മൾ റൗണ്ട് ഫംഗ്ഷൻ 1ലോട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ ഡിഫറെൻറ്റ് റൗണ്ട് ഫംഗ്ഷൻ DESനകത്തുള്ളത് 16 റൗണ്ട്സ് ആണുള്ളത്. 16 റൗണ്ട്സ് കഴിഞ്ഞു. ദെൻ 32-bit സ്വാപ്പ്. ദെൻ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ്റെ റിവേഴ്സ് ചെയ്തു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പ് നോക്കുന്നുണ്ട്. ഞാൻ ഒരു ഓവറോൾ ഐഡിയ പറഞ്ഞാണ് ഇപ്പം. നമുക്ക് 64-bit പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, 64-bit കീ ഉണ്ട്. ആ 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ ആദ്യം ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ നടത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൗണ്ട് ഫംഗ്ഷനകത്തോട്ട് കൊടുത്തു. ദെൻ 64-bit കീ ഉണ്ടായിരുന്നു. അതിനെ ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ നടത്തി 56 ആക്കി. ദെൻ അതിനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് നടത്തി. ദെൻ ഒരു കംപ്രഷൻ പെർമ്യൂട്ടേഷൻ നടത്തി. എന്നിട്ട് അതും റൗണ്ട് ഫംഗ്ഷനകത്തോട്ട് അപ്ലൈ ചെയ്തു. ഇനി ഒരു റൗണ്ട് ഫംഗ്ഷൻ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഒരു റൗണ്ട് ഫംഗ്ഷൻ കാണിച്ചേക്കുന്നത്. നമുക്ക് 64-bit ആയിരുന്നു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിരുന്നത്, 56-bit ആയിരുന്നു കീ ഉണ്ടായിരുന്നത്. നമുക്ക് അതിൻ്റെ 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ 2 ഹാഫാക്കി L1ഉം L2ഉം നമ്മൾ ഒരു റൗണ്ട് ഫംഗ്ഷനകത്തോട്ട് കൊടുക്കുന്നത് പ്രീവിയസിൻ്റെ ഔട്ട്പുട്ടാണ്. അതാണ് ഇവിടെ നമ്മുടെ ഇതിപ്പോൾ ഒരു 8th റൗണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു റൗണ്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് 8th റൗണ്ടാണ്. അതിനകത്തോട്ട് കൊടുക്കുന്ന കീ KI ആണ്. അതിനകത്തോട്ട് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീവിയസിൻ്റെ ഔട്ട്പുട്ടാണ്. സോ Li-1ഉം Ri-1ഉം കാണിച്ചേക്കുന്നു. നമ്മൾ റൈറ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 64-ന് 2 ഹാഫായിട്ട് 32-bit ആണുള്ളത്. അതിനൊരു എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ നടത്തി. ഈ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ അതെങ്ങനെയാണെന്നൊക്കെ പറയാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ നടത്തി 48-bit ആക്കി. നമുക്ക് ഇവിടെ 56-bit കീ ഉണ്ടായിരുന്നു. 56-bit കീനെ 28-bitഉം 28-bitഉം ആക്കി. എന്നിട്ട് അതിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. 2 ഹാഫിനെയും ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അതിനകത്തൊരു
കംപ്രഷൻ പെർമ്യൂട്ടേഷൻ നടത്തി. എന്നിട്ട് അതിനെ 56 ബിറ്റിന് 48 ബിറ്റാക്കി. ഈ 48 ബിറ്റും എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ നടത്തിയ 48 ബിറ്റും കൂടെ എക്സോർ ചെയ്തിട്ട് അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് എക്സ് ബോക്സിലോട്ട് കൊടുത്തു. എന്നിട്ട് എസ് ബോക്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 48 ബിറ്റ് ഇൻപുട്ട് കൊടുത്തു, 32 ബിറ്റ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ദെൻ ഒരു പെർമ്യൂട്ടേഷനും കൂടെ നടത്തി ആ റിസൾട്ടിനെ ഈ ലെഫ്റ്റ് ഹാഫുമായിട്ട് എക്സോർ ചെയ്തു. അതാണ് നെക്സ്റ്റ് റൈറ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ലെഫ്റ്റ് ഹാഫാണ് നെക്സ്റ്റ്, ഇപ്പോഴത്തെ റൈറ്റ് ഹാഫാണ് നെക്സ്റ്റ് ലെഫ്റ്റ് ഹാഫ്. ഈ റൗണ്ട് ഫംഗ്ഷനും അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടിന് ലെഫ്റ്റ് ഹാഫുമായിട്ട് എക്സോർ ചെയ്ത് കിട്ടിയാണ് നെക്സ്റ്റ് റൈറ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഫസ്റ്റ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഇനീഷ്യൽ പെർമ്യൂട്ടേഷനാണ് നടത്തുന്നത്. ആ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ഡാറ്റ കമ്പ്യൂട്ടേഷൻ. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ റീഓർഡേഴ്സ് ദ ഇൻപുട്ട് ഡാറ്റ ബിറ്റ്സ്, ഈവൻ ബിറ്റ്സ് ടു ലെഫ്റ്റ് ഹാഫ് ആൻഡ് ഓഡ് ബിറ്റ്സ് ടു റൈറ്റ് ഹാഫ്. ക്വൈറ്റ് റെഗുലർ ഇൻ സ്ട്രക്ചർ, ഈസി ഇൻ ഹാർഡ്വെയർ. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇതാണ് ഒരു ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഇതാണ് നമ്മുടെ മെസ്സേജിൽ നമ്മൾ ഇതിങ്ങനെ റെപ്രസെൻറ്റ് M1 തൊട്ട് M64 വരെ 64 ബിറ്റാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ M1 തൊട്ട് M64 വരെ ഇതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. 8x8 എന്നുള്ള മെട്രിക്സ് ഫോമിൽ നമ്മൾ 8x8 മെട്രിക്സ് ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുവാണ് ഇവിടെ. ഇനി ഇതിനകത്ത് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ ആദ്യം ഇതിന് ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 2 ഹാഫായിട്ട്. ഫസ്റ്റ് ഹാഫിനകത്ത് നമ്മൾ ഈവൻ നമ്പേഴ്സ് മാത്രം, അതായത് M2 M4 M6 M8 2 ഹാഫായിട്ടാണ് പറഞ്ഞത്. ഒരു ഹാഫിനകത്ത് M4 M6 M8 M10 12 അങ്ങനെ നമ്മൾ 64 വരെ ഒരു ഹാഫിൽ കാണിച്ചു. നെക്സ്റ്റ് ഹാഫിൽ M1 M3 M5 അങ്ങനെ ഓട്. ഇതാണ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൊത്തം മെസ്സേജ് M64 വരെ ഒരു മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അപ്പർ ഹാഫിനകത്ത് നമ്മൾ കാണിച്ചേക്കുന്നത് ഈവൺ ബിറ്റും ലോവർ ഹാഫിനകത്ത് ഓഡ് ബിറ്റും അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. നമ്മുടെ ഇത് ഇനീഷ്യൽ പെർമ്യൂട്ടേഷനാണ്. പിന്നെ നമുക്കൊരു എൻഡിലൊരു ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഈ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ഫസ്റ്റത്തെ അതിനകത്ത് നടക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ ഓർഡറിങ് ഓഫ് ദ ബിറ്റ്സ് കിട്ടും. നമുക്ക് ഇനീഷ്യൽ പെർമ്യൂട്ടേഷന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ കഴിയുമ്പോൾ 2 4 6 8 അങ്ങനെ ഇത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഹാഫായിട്ട് 2 ഈവൺ ഓഡ് അങ്ങനെയല്ലായിരുന്നോ. ഇതിൻ്റെ ഇൻവേഴ്സ്, അതായത് നമ്മൾ തിരിച്ച് ഈവണും ഓടും സെപ്പറേറ്റ് അല്ലാതെ ചെയ്ത് ഒന്ന് റീഓർഡർ ചെയ്യും. ഇതാണ് ഇൻവേഴ്സ് ഓഫ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കും. ഇത് ഫസ്റ്റ് ചെയ്യുന്നത്, ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് DESൻ്റെ റൗണ്ട് സ്ട്രക്ചറാണ്. DESൻ്റെ റൗണ്ട് സ്ട്രക്ചർ ഇതാണ് ഒരു റൗണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത്. നമുക്ക് 2 ഹാഫുണ്ട്. യൂസ് 2 32 ബിറ്റ് L and R halves. 32 ബിറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഉണ്ട്. As for any feature cipher, we can describe as left ith റൗണ്ടിലെ ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ പ്രീവിയസിൻ്റെ റൗണ്ടിൻ്റെ റൈറ്റ് ആയിരിക്കും. അതായത് RI-1 ആയിരിക്കും. LI RI-1 ആയിരിക്കും. ഇതാ LI എന്ന് പറയുന്നത് RI-1 ആണ് വരുന്നത്.
RI എന്ന് പറയുന്നത് ഈ RI എന്ന് പറയുന്നത് Li-1 XOR ഇൻറ്റു ഈ RIയും ഈ Ri-1ഉം ഈ KIയും ഈ ഫംഗ്ഷനകത്ത് അപ്ലൈ ചെയ്തതാണ്. അതായത് Liനെ XOR ചെയ്തു റൗണ്ട് ഫംഗ്ഷൻ Ri-1k. ഇതാണ് ഒരു റൗണ്ടിനകത്ത് നടക്കുന്നത്. റൗണ്ട് ഫംഗ്ഷൻ ടേക്സ് 32 ബിറ്റ് റൈറ്റ് ഹാഫ് ആൻഡ് 48 ബിറ്റ് സബ് കീ. നമ്മൾ 32 ബിറ്റ് റൈറ്റ് ഹാഫിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് 48 ബിറ്റ് യൂസിങ് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ നമ്മുടെ മെസ്സേജ് ഇങ്ങനെയാണ് 0 1 2 3 4 അങ്ങനെ 32 വരെ. 32 ബിറ്റാണ് റൈറ്റ് ഹാഫിൽ വരുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ രണ്ട് കോളം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരിക ചെയ്യുന്നത്. 4 ഇവിടെ എഴുതി, തൊട്ട് മുന്നേ 32, അതായത് ലാസ്റ്റത്തത് ഇവിടെ എഴുതി. നെക്സ്റ്റ് എന്ന് പറയുമ്പം ഈ എൻഡിനകത്ത് വരുന്ന പ്രീവിയസ് ലാസ്റ്റ് കോളത്തിനകത്തുള്ള വാല്യൂ 4 എഴുതി, ദെൻ നെക്സ്റ്റിനകത്ത് ഫസ്റ്റ് വാല്യൂ 9 എഴുതി. ഇങ്ങനെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ചെയ്യുന്നത്. Expand right half into 48 bit using expansion permutation. Then add to sub key using XOR. 48 ബിറ്റ് നമ്മുടെ സബ് കീ വെച്ചിട്ട് ഈ റൈറ്റ് ഹാഫിനെ XOR ചെയ്തു. Then passes through 8 S boxes to get 32 bit result. Finally permutes using 32 bit permutation. ഇതാണ് റൗണ്ട് സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത്. 6 റൈറ്റ് ഹാഫ് 32 ബിറ്റ്, അത് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ, അതായത് 2 കോളം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വന്നു. അങ്ങനെ 48 ബിറ്റാക്കി. 48 ബിറ്റ് കീകളും കൂടെ എടുത്തിട്ട് XOR ചെയ്തു. എന്നിട്ട് ഇപ്പം നമുക്കുള്ളത് 48 ബിറ്റ് കീ ആണ്. നമുക്ക് 8 S ബോക്സസ് ആണുള്ളത്. ഓരോന്നിനകത്തോട്ടും 6 8 48 6 ബിറ്റ്സ് ഇൻപുട്ട് കൊടുത്തു. ഈ 6 ബിറ്റിന് ഇൻപുട്ട് കൊടുത്തു. S ബോക്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 4 ബിറ്റാണ്. അപ്പം 8 4 32. അങ്ങനെ നമുക്ക് കിട്ടി റിസൾട്ട് 32 ബിറ്റ്. ദെൻ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്തു, 38 ബിറ്റായി. ആ പെർമ്യൂട്ടേഷനകത്ത് ഒരു ചേഞ്ചും ഇല്ല, നോർമൽ പെർമ്യൂട്ടേഷനാണ്. കംപ്രഷനോ എക്സ്പാൻഷനോ ഒന്നും നടക്കുന്നില്ല. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സ് S ബോക്സിനകത്ത് എന്താ നടക്കുന്നതെന്ന് നോക്കാം. We have 8 boxes which maps 6 to 4 bits. Each S box is actually little 4-bit boxes. ഇതിനകത്ത് നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഔട്ടർ ബിറ്റ്സ് 1 വെച്ചിട്ട് നമ്മൾ റോ സെലക്ട് ചെയ്തു. നമുക്ക് 4 റോയിൽ നിന്ന് ഏത് റോയാണെന്ന് 1ഉം 6ഉം വെച്ചിട്ടും ഇന്നർ 2 to 5 ബിറ്റ്സ് വെച്ചിട്ട് നമ്മൾ കോളം സെലക്ട് ചെയ്തു. അങ്ങനെ 8 S ബോക്സസ് നിന്ന് 4 ബിറ്റ്സ് എടുത്തിട്ട് നമുക്ക് 32 ബിറ്റ് ഉണ്ടാകുന്നു. അതിൻ്റെ ഫിഗർ നമുക്ക് ആക്കാം എങ്ങനെ എടുക്കുന്നതെന്നുള്ളത്. ഇതാണ് നമുക്ക് ഒരു S ബോക്സ് എന്ന് പറഞ്ഞാൽ S ബോക്സിനകത്തോട് നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 0 to 5 ക്ലിയർ അല്ലേ, 0 to 5 നമ്മൾ 6 ബിറ്റ് S ബോക്സിനകത്തോട്ട് ഇൻപുട്ട് കൊടുത്തു. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണ്. അതായത് ഈ ഫസ്റ്റത്തെ ബിറ്റും ലാസ്റ്റത്തെ ബിറ്റും വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ 4 റോക്കകത്തുനിന്ന് ഏത് റോയാണെന്ന് ഈ ഫസ്റ്റത്തെ ലാസ്റ്റത്തെയും ബിറ്റ് വെച്ച് 2 ബിറ്റ്സ് വെച്ച് നമ്മൾ 2 വെച്ചിട്ട് നമുക്ക് 4 റോയിൽ നിന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്തു. ദെൻ നമുക്ക് പിന്നെയുള്ളത് 4 ബിറ്റ്സ് ആണ്. ഈ 4 ബിറ്റ് 2⁴ 16 കോളംസ് ഉണ്ട് നമുക്ക്. ഈ 16 കോളത്തിനകത്ത് ഏത് കോളം ആണെന്നുള്ളത് നമ്മൾ ഈ 4 ബിറ്റ് വെച്ചിട്ടും റോ ഏതാണെന്നുള്ളത് ഇത് വെച്ചും കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ 6 ബിറ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് 4 ബിറ്റ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടും നമുക്ക്. ഇനി നമ്മൾ പറയുന്ന DESൻ്റെ കീ ഷെഡ്യൂളാണ്. ഫോം സബ് കീ യൂസ്ഡ് ഇൻ ഈച്ച് റൗണ്ട്. നമുക്കൊരു മാസ്റ്റർ കീ ഉണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ ഓരോ
റൗണ്ടിനകത്തും ഓരോ സബ് കീ ആണ് കൊടുക്കുന്നത്. നമുക്ക് മെയിൻ ഒരു മാസ്റ്റർ കീ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് 64 ബിറ്റ് കൊടുത്തു. അതിന് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ നടത്തി 56 ബിറ്റ് കീ ആക്കി. എന്നിട്ട് അതിനെ 2 ഹാഫായിട്ട് 28 ആക്കി. എന്നിട്ട് ഓരോ ഹാഫിലും നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഓരോ ഹാഫിലും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓരോ റൗണ്ടിലും നമുക്ക് ഡിഫറെൻറ്റ് കീ തന്നെ കിട്ടണം. ആ മെയിൻ കീ മാസ്റ്റർ കീ എന്നുള്ള സബ് കീസാണ് നമ്മൾ ഓരോ റൗണ്ടിലും കൊടുക്കുന്നത്. ഓരോ റൗണ്ടിലും കീ ഡിഫറെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കുലാർ ഷിഫ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2 സർക്കുലാർ ഷിഫ്റ്റ് ലെഫ്റ്റ് 2 ഹാഫിനും 2 ലെഫ്റ്റ് സർക്കുലാർ ഷിഫ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പെർമ്യൂട്ടേഷൻ കംപ്രഷൻ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്ത് 48 ബിറ്റ് കീ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Initial permutation of key which select 56 bit in 2 28-bit halves. 16 stages consisting of rotating each half separately, either 1 or 2 places depending on the key rotation schedule. Selecting 24 bits from each half, permuting them by permutation 2 for using round function. അതായത് നമ്മൾ ഇതിനകത്തുനിന്ന് എന്താണ് ലെഫ്റ്റ് സർക്കുലാർ ഷിഫ്റ്റ് 2 ഹാഫിൽ സർക്കുലാർ ഷിഫ്റ്റ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ 2 24 എന്നിട്ട് ഈ 2 ഈ കംപ്രഷൻ പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ 2 24 ബിറ്റ്സ് സെലക്ട് ചെയ്ത് 48 ബിറ്റ് കീ ആയിട്ട് നമ്മൾ എക്സോർ ചെയ്യാൻ കൊടുത്തു റൗണ്ട് ഫംഗ്ഷനകത്തോട്ട്. ഈ ഡീക്രിപ്ഷനാണ് പറയുന്നത്. ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് എൻക്രിപ്ഷൻ്റെ. ഡീക്രിപ്റ്റ് മസ്റ്റ് ബി അൺവൈൻഡ് സ്റ്റെപ്പ് ഓഫ് ഡാറ്റ കമ്പ്യൂട്ടേഷൻ വിത്ത് ഫീസ്റ്റൈൽ ഡിസൈൻ. ഡു എൻക്രിപ്ഷൻ സ്റ്റെപ്സ് അഗെയിൻ യൂസിങ് സബ് കീസ് ഇൻ റിവേഴ്സ് ഓർഡർ. നമ്മൾ S1 S2 അങ്ങനെയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ നേരെ തിരിച്ച് ഓർഡറിൽ ചെയ്തു. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ undoes final permutation step of encryption. First round with sub key 16 undo 16th encrypt round. 16th round with sub key 1 undoes first encrypt round. Then final permutation undoes initial permutation IP, thus recovering original data values. അതായത് നമ്മളിവിടെ കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കിട്ടിയ സൈഫർ ടെക്സ്റ്റിന് ഇൻപുട്ട് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇൻപുട്ട് ഇവിടെ നമ്മൾ സൈഫർ ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ 16th സ്റ്റെപ്പിൽ കൊടുത്ത സബ് കീ ആയിരിക്കും നമ്മളിവിടെ ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നോർമൽ എൻക്രിപ്ഷൻ തന്നെ. 16th റൗണ്ടിലെ കീ വെച്ചിട്ട് നമ്മൾ സൈഫർ ടെക്സ്റ്റ് കൊടുത്തു. ദെൻ ഇവിടെ ഉണ്ടായിരുന്ന ഫൈനൽ പെർമ്യൂട്ടേഷൻ ആയിരിക്കും ഇവിടുത്തെ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ആയിരിക്കും ഇവിടുത്തെ ഫൈനൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ കൊടുക്കുന്നത് ലാസ്റ്റ് സബ് കീ ആയിരിക്കും, ലാസ്റ്റ് റൗണ്ടിൽ എന്നുള്ളത് ഫസ്റ്റ് സബ് കീ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. Initial permutation does final permutation step of encryption. First round with 16th sub key undo 16th encryption round. 16th round with sub key 1 undoes first encryption round. Then final permutation undoes initial permutation IP. Then recovering original data value. ഇനി പറയാൻ പോകുന്നത് അവലാഞ്ചെ എഫക്റ്റാണ്. അവലാഞ്ചെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ടിനകത്ത് കീക്കകത്ത് ഒരു ബിറ്റ് ചേഞ്ച് വന്നാൽ ഹാഫ് ഓഫ് ദ ഔട്ട്പുട്ട് ചേഞ്ച് വരും. അതാണ് അവലാഞ്ചെ എഫക്റ്റ് പറയുന്നത്. DS exhibit strong avalanche effect. Then strength of
കീ സൈസ് എന്ന് പറഞ്ഞാൽ 56 ബിറ്റ് കീ ആണ്. സോ 256 അത്രയും വാല്യൂസ് ഉണ്ടാവും. സോ അപ്പോൾ എന്ന് പറഞ്ഞത് ഒത്തിരി പാടാണ്, ഇത്രയും കീസ് ഉണ്ടല്ലോ നമുക്ക്. നെക്സ്റ്റ് പറഞ്ഞ സ്ട്രെങ്ത് ഓഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് എസ് ബോക്സിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഇതുവരെ പുറത്തു വരാത്ത ഒന്നാണ്. സോ ലേണിംഗ് ഓഫ് എസ് ബോക്സ് ലോജിക് ഈസ് കോംപ്ലക്സ്. വീക്ക്നെസ് ഓഫ് ദ എസ് ബോക്സ് നോട്ട് ബീൻ ഡിസ്കവേർഡ്. പോസിബിലിറ്റീസ് ഓഫ് ക്രിപ്റ്റനാലിസിസ് ഈസ് ഡൺ ബൈ ഫൈൻഡിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീക്രിപ്ഷൻ DES അൽഗോരിതം. ഇവിടെ നമുക്ക് DESൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതുവരെ നമുക്ക് എസ് ബോക്സിൻ്റെ വീക്ക്നെസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ്. അതിൻ്റെ ലോജിക്കും നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് DESൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് ഓഫ് DES എന്ന് പറഞ്ഞതിന് നെക്സ്റ്റ് ടൈമിംഗ് അറ്റാക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. A timing attack is one in which information about the key or the plain text is obtained by observing how long it takes a given implementation to perform decryption on various ciphertexts. Timing attacks exploits the fact that an encryption or decryption algorithm often takes slightly different amount of time on different inputs. DES is fairly resistant to successful timing attacks. ടൈമിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ എടുക്കുന്ന ടൈം വെച്ചിട്ട് ടൈമിംഗ് അറ്റാക്സ് എക്സ്പ്ലോയിറ്റ്സ് ദ ഫാക്ട് ദാറ്റ് എൻ എൻക്രിപ്ഷൻ ഓർ ഡീക്രിപ്ഷൻ അൽഗോരിതം ഓഫൺ ടേക്ക് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ടൈം ഓൺ ഡിഫറെൻറ്റ് ഇൻപുട്ട്. ഓരോ ഇൻപുട്ടിനകത്തും ഈ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും എടുക്കുന്ന ടൈമിനെ ചെയ്തിട്ടാണ് ഈ ടൈമിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. ടൈമിംഗ് അറ്റാക്ക് ഈസ് വൺ ഇൻ വിച്ച് ഇൻഫർമേഷൻ അബൌട്ട് ദ കീ ഓർ ദ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് ബൈ observing how long it takes a given implementation to perform decryption on various ciphertexts. ഓരോ സൈഫർടെക്സ്റ്റിനകത്തും ഓരോ സൈഫർടെക്സ്റ്റിനകത്തും ഡീക്രിപ്ഷൻ എടുക്കുന്ന ടൈം വെച്ചിട്ടാണ് നമ്മൾ ഈ ടൈമിംഗ് അറ്റാക്ക് പെർഫോം ചെയ്യുന്നത്. DES appears to be fairly resistant to successful timing attacks. ഇനി DESൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയ ആണ് പറയുന്നത്. 7 criteria for S boxes provides for resistance to differential cryptanalysis, good confusion. 3 criteria for permutation. P provides for increased diffusion. Permutation diffusionum കൂട്ടുന്നുണ്ട്. S boxes എന്നുള്ളത് good confusionum പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് ബ്ലോക്ക് സൈഫർ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആണ്. There are 3 critical aspects of block cipher design: number of rounds, design of the function f round function, and key scheduling. Number of rounds കൂടുന്നതിനനുസരിച്ച് more better ആണ്. ഫംഗ്ഷൻ round function f provides confusion, is non-linear avalanche effect പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. then key schedule complex sub key creation ആണ്. so key avalanche.